ക്ഷേമ പ്രവർത്തനങ്ങൾ പദ്ധതികളൊക്കെ പ്രഖ്യാപിച്ച നമ്മുടെ മുഖ്യമന്ത്രി പോയത് ഖത്തറിലേക്കാണ്. എന്തൊക്കെ കാര്യങ്ങളാണ് നാട്ടിൽ വിശദീകരിച്ചത്, നാടിന് വേണ്ടി ചെയ്തത് എന്ന് പ്രവാസി സുഹൃത്തുക്കളോട് പറയാനാണ് മുഖ്യമന്ത്രി പോയത്. ടി ജമാലുദ്ദീൻ കൂടി ചേരുന്നുണ്ട്. ഗുഡ് മോർണിംഗ് കേരളത്തിനൊപ്പം. ജമാൽ, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. നാടിനെ കുറിച്ചുള്ള, വീടിനെ കുറിച്ചുള്ള ആശങ്കകളാണ് പലരെയും പ്രവാസികളാക്കുന്നത്. ആ പ്രവാസി മലയാളികളോടാണ് മുഖ്യമന്ത്രി വന്ന് വിശദീകരിച്ചത്. നിങ്ങൾ ഇനി സങ്കടപ്പെടേണ്ട കാര്യമില്ല, നാട്ടിൽ നിരവധി പദ്ധതികളാണ് നിങ്ങളുടെ കുടുംബങ്ങൾക്ക്, നാട്ടുകാർക്ക്, നിങ്ങൾക്ക് പ്രയോജനം ലഭിക്കുന്ന നിരവധി പദ്ധതികളാണ് അവിടെ പ്രഖ്യാപിച്ച് വന്നിട്ടുള്ളത് എന്ന് വിശദീകരിച്ച് ഏറെ സന്തോഷത്തോടെ, ഏറെ കയ്യടിയോടെയാണ് പ്രവാസി മലയാളികൾ അതിനെ ഏറ്റെടുക്കുന്നത്. എങ്ങനെയുണ്ടായിരുന്നു ഇന്നലത്തെ മുഖ്യമന്ത്രിയുടെ പ്രസംഗം, ആ ചടങ്ങ് പറയൂ. വിനീഷ, തീർച്ചയായും ഒരു മലയാളി എന്ന രൂപത്തിൽ അഭിമാനിക്കാവുന്ന ഒരു പ്രസംഗം തന്നെയാണ്. ഓരോ മലയാളിക്കും അഭിമാനിക്കാവുന്ന കാര്യങ്ങൾ തന്നെയാണ് മുഖ്യമന്ത്രി ഇന്നലെ ഖത്തറിലെ ആയിരക്കണക്കിന് വരുന്ന പ്രവാസി മലയാളികളെ അഭിസംബോധന ചെയ്തുകൊണ്ട് വിശദീകരിച്ച് കേരളം എങ്ങനെയാണ് ഈ ഏതാണ്ട് 10 വർഷം കൊണ്ട് ലോകത്തിന് അഭിമാനിക്കാവുന്ന തരത്തിൽ ഒരു വികസനത്തിലേക്ക് നടന്നെടുത്തത് എന്ന് മുഖ്യമന്ത്രി അക്കമിട്ട് വിശദീകരിച്ചു. ഇത് എങ്ങനെ ഈ 2016 മുതൽ നടപ്പാക്കിയ വികസന പദ്ധതി, ക്ഷേമ പദ്ധതികൾ, അതുപോലെ തന്നെ വികസന പദ്ധതികൾ, അത് എങ്ങനെയാണ് ഘട്ടം ഘട്ടമായി നടപ്പാക്കിയത്, കേരളത്തെ ഒരു ലോകോത്തര നിലവാരത്തിലേക്ക് ഉയർത്തിയത് എന്ന് ഓരോ കുട്ടിക്ക് പോലും മനസ്സിലാവുന്ന തരത്തിലാണ് മുഖ്യമന്ത്രി വിശദീകരിച്ചത്. തീർച്ചയായും ഒരു പഠന ക്ലാസ് എന്ന തരത്തിലാണ് ഈ പ്രസംഗം എന്നാണ് ഈ പരിപാടി കഴിഞ്ഞ ഓരോരുത്തരും വ്യക്തിപരമായും അല്ലാതെ തന്നെയും അറിയിച്ചത്. പരസ്പരം ഇത്തരത്തിലുള്ള ചർച്ചകളൊക്കെ തന്നെയും പങ്കുവെക്കുന്നുണ്ടായിരുന്നു. മുഖ്യമന്ത്രി സൂചിപ്പിച്ച ഒരു പ്രധാനപ്പെട്ട കാര്യം, കേരളത്തിന് വികസന രംഗത്ത് അസാധ്യമായത് ഒന്നുമില്ല എന്നതാണ്. ഈ വികസന രംഗത്തുണ്ടായ ഈ മാറ്റങ്ങൾ വിശദീകരിച്ചുകൊണ്ട് മുഖ്യമന്ത്രി പറഞ്ഞത്. അസാധ്യമായതിനെ സാധ്യമാക്കിക്കൊണ്ടാണ് കേരളം മുന്നോട്ട് പോകുന്നത്. അതിന് നാടിന്റെ ഒരു ഐക്യം, ജനങ്ങളുടെ പങ്കാളിത്തം, ഒരു കൂട്ടായ്മ എന്നിവയൊക്കെ പ്രധാനപ്പെട്ട ഘടകങ്ങളായി മാറിയിട്ടുണ്ട്. വികസന പദ്ധതിയിലൂടെ ഘട്ടം ഘട്ടമായി കേരളത്തെ മുന്നോട്ട് കൊണ്ടുപോകുന്നു. അത് ഇനിയും തുടരും എന്നാണ് മുഖ്യമന്ത്രി പറഞ്ഞത്. 2016 കേരള സർക്കാർ, LDF സർക്കാർ അധികാരത്തിൽ വരുമ്പോഴുള്ള ഒരു ചിത്രം അദ്ദേഹം വരച്ചു കാട്ടുകയുണ്ടായിരുന്നു. എല്ലാ രംഗത്തും പിന്നോട്ടടി ഉണ്ടായിരുന്ന, അല്ലെങ്കിൽ ജനങ്ങൾക്ക് അങ്ങേയറ്റം നിരാശയുണ്ടായിരുന്ന ഈ കേരളത്തിൽ ഇനി ഒന്നും നടക്കില്ല എന്ന തരത്തിലുള്ള ഒരു മനോഭാവം വെച്ച് പുലർത്തിയ 2016 നിന്ന് പിന്നീട് വികസന പദ്ധതിയിലൂടെ ഈ കേരളത്തിൽ എന്തെങ്കിലും നടക്കും എന്ന രൂപത്തിലേക്ക് വന്നു. ജനങ്ങൾ പ്രത്യാശയിലേക്ക് മാറി. വികസന പദ്ധതികൾ ഒന്നൊന്നായി നടപ്പാക്കി. ക്ഷേമ പദ്ധതികളുടെ ജനങ്ങളുടെ ജീവിത നിലവാരത്തെ ഉയർത്തി. ആ ജീവിത നിലവാരത്തെ ഉയർത്തിയതിന്റെ ഒരു പ്രതിഫലമാണ് നാളെ അതിദാരിദ്ര്യമില്ലാത്ത ഒരു സംസ്ഥാനമായി കേരളത്തെ മാറ്റുന്നത്. ലോകത്തിന് തന്നെ മാതൃകയാണ്. തുടങ്ങിയ കാര്യങ്ങളൊക്കെ തന്നെയാണ് മുഖ്യമന്ത്രി പറഞ്ഞു വെച്ചത്. തീർച്ചയായും ഖത്തറിൽ ആയിരക്കണക്കിന് ആളുകളാണ് മുഖ്യമന്ത്രിയുടെ പ്രസംഗം കേൾക്കാൻ എത്തിച്ചേർന്നത്. അവർ വലിയ ആവേശത്തോടെ, സന്തോഷത്തോടെ മുഖ്യമന്ത്രിയുടെ പ്രസംഗത്തെ കേട്ടു. സ്ത്രീകളും കുട്ടികളും നിരവധി ആളുകളൊക്കെ തന്നെ ഈ പരിപാടിക്കായി എത്തിയിരുന്നു. ഖത്തറിലെ ഈ ഐഡിയൽ സ്കൂളിലെ ഗ്രൗണ്ടിൽ ാണ് മലയാളോത്സവം നടന്നത്. ഇവിടെ മന്ത്രി സജി ചെറിയാനുണ്ടായിരുന്നു, ചീഫ് സെക്രട്ടറി A ജയതിലക്, അതുപോലെ ലുലു ഗ്രൂപ്പ് FDയും ലോർക്ക റൂട്ട്സിന്റെ വൈസ് ചെയർമാനുമായ MA യൂസഫ് അലി തുടങ്ങിയ ആളുകളൊക്കെ തന്നെ ഉണ്ടായിരുന്നു. ഖത്തറിലെ ചില പൗരപ്രമുഖരും, ഈ ഖത്തറിലെ ഹെൽത്ത് പബ്ലിക് ഡയറക്ടർ തുടങ്ങിയ ആളുകളൊക്കെ തന്നെ ഈ പരിപാടിക്ക് എത്തിയിരുന്നു. വലിയ ആവേശം മുഖ്യമന്ത്രി ഈ ഗൾഫ് പര്യടനത്തിൽ ഉണ്ടായി എന്നതാണ് മനസ്സിലാക്കുന്നത്. തീർച്ചയായും ബഹ്റൈൻ, അതുപോലെ തന്നെ ഒമാനിൽ തന്നെ 2 സ്ഥലങ്ങളിൽ, മസ്കത്തിലും സലാലയിലും മുഖ്യമന്ത്രി പരിപാടി പങ്കെടുത്തു. ഖത്തറിലും പങ്കെടുത്തു. ഇങ്ങനെ 4 സ്ഥലങ്ങളിലാണ് ഇപ്പോൾ മുഖ്യമന്ത്രി പര്യടനം നടത്തിയത്. ഈ 4 സ്ഥലങ്ങളിൽ അഭൂതപൂർവമായ ജനക്കൂട്ടമാണ് മുഖ്യമന്ത്രിയുടെ പ്രസംഗം കേൾക്കാൻ. തങ്ങളുടെ ഈ വികസനത്തിലേക്ക് നയിച്ച, കഴിഞ്ഞ 10 വർഷം കൊണ്ട് നിരവധിയായ ക്ഷേമ പദ്ധതി നടപ്പാക്കി, വികസന പദ്ധതി നടപ്പാക്കി കേരളത്തെ മുന്നോട്ട് നയിച്ച ഈ സർക്കാരിന്റെ തലവനെ, ഈ ജനകീയ ഭരണാധികാരിയെ ഒന്ന് കാണാൻ, അദ്ദേഹത്തിന്റെ പ്രസംഗം കേൾക്കാനൊക്കെ തന്നെയും എത്തിച്ചേർന്നത്. വിനീഷ. ശരി ജമാൽ, താങ്ക് യു.